മൾട്ടി ടാസ്കിങ് ഈ അടുത്ത കാലത്തായിട്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ടേമാണ് മൾട്ടി ടാസ്കിങ് എന്നുള്ളത്. ആ വാക്കിൽ തന്നെയുള്ള പോലെ ഡൂയിങ് മോർ ദാൻ വൺ ടാസ്ക്. ആ വാക്കിൽ പറയുന്നത് അത്രയേ ഉള്ളൂ, മൾട്ടി ടാസ്കിങ്. മൾട്ടി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ, ടാസ്കിങ് എന്ന് പറഞ്ഞാൽ ടാസ്കുകൾ ചെയ്യുക. പക്ഷേ നമ്മൾ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് മൾട്ടി ടാസ്കിങ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ടാസ്കുകൾ ഒരേ സമയത്ത് ചെയ്യുന്നതിനെയാണ് നമ്മൾ മൾട്ടി ടാസ്കിങ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞാൽ, ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതിന്റെ ഇടയിൽ തന്നെ ഒരു ഇമെയിൽ അയക്കുക, കുറെ ടാബ്സ് നിങ്ങളുടെ ബ്രൗസറിൽ ഓപ്പൺ ചെയ്തിട്ട് ഒരെണ്ണം വരാനെടുക്കുന്ന സമയത്ത് വേറൊന്നിലേക്ക് പോവുക, എന്നിട്ട് അത് വായിച്ചിട്ട് വീണ്ടും മറ്റേതിലേക്ക് തിരിച്ചു വരിക. ഇങ്ങനെ ടാബുകൾ കുറെ എണ്ണം ഒരുമിച്ച് നോക്കുക. തുണി മടക്കുന്നതിന്റെ ഇടയിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കുക. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ മൾട്ടി ടാസ്കിങ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അല്ലേ. ഇതൊക്കെ വളരെ നല്ലതാണ് എന്നൊരു തെറ്റിദ്ധാരണ നമ്മളിൽ പലർക്കും ഉണ്ട്. കാരണം കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. പക്ഷേ റീസെന്റ് സ്റ്റഡീസ് പറയുന്നത് മൾട്ടി ടാസ്കിങ് നമ്മുടെ ബ്രെയിനിന് ഒട്ടും നല്ലൊരു കാര്യമല്ല. നമ്മൾ ആക്ച്വലി കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്ത് തീർക്കാനാണ് ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിലും നമ്മുടെ പ്രൊഡക്ടിവിറ്റി നമ്മൾ മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോൾ കുറയാണ് ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിനിനെ അത് മോശമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആക്ച്വലി മൾട്ടി ടാസ്കിങ് എന്ന് വിചാരിക്കുന്ന കാര്യം മൾട്ടി ടാസ്കിങ് അല്ല, അത് ടാസ്ക് സ്വിച്ചിങ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചിന്തിക്കുന്നത് മൾട്ടിപ്പിൾ ടാസ്ക് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് അത് മൾട്ടി ടാസ്കിങ് ആണ് എന്നാണ്. പക്ഷെ ആക്ച്വലി അല്ല. നമ്മൾ കുറെ ടാബ്സ് ഓപ്പൺ ചെയ്ത് ഒന്നിൽ നിന്ന് വേറൊന്നിലേക്കും അതിൽ നിന്ന് വേറൊന്നിലേക്കൊക്കെ മാറുമ്പോൾ ആക്ച്വലി അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ രണ്ട് ടാബും അറ്റ് എ ടൈം നോക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഒരു ടാബിലുള്ള ഡീറ്റെയിൽസ് നോക്കി ചിലപ്പോൾ അത് വരാൻ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് എന്ന് കാണുമ്പോൾ അടുത്തതിലേക്ക് മാറി. അപ്പോൾ നമ്മൾ അവിടെ ടാസ്ക് സ്വിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് മൾട്ടി ടാസ്കിങ് അല്ല, ടാസ്ക് സ്വിച്ചിങ് ആണ് എന്ന് പറയുന്നത്. ഇനി ഈവൻ നിങ്ങൾ തുണി മടക്കുന്നതിന്റെ ഇടയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ഫോക്കസ് ഷിഫ്റ്റ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഫോക്കസ് സ്വിച്ച് ആവുന്നുണ്ട്. സോ അതും ഒരു തരത്തിൽ പറഞ്ഞാൽ മൾട്ടി ടാസ്കിങ് അല്ല, ടാസ്ക് സ്വിച്ചിങ് ആണ്. സോ ശരിക്കും പറഞ്ഞാൽ മൾട്ടി ടാസ്കിങ് അല്ല വില്ലൻ, ടാസ്ക് സ്വിച്ചിങ് ആണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം. സോ നമ്മൾ മിക്കപ്പോഴും മൾട്ടി ടാസ്കിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ടാസ്ക് സ്വിച്ചിങ്ങിനെയാണ്. സ്വിച്ചിങ് ബിറ്റ്വീൻ ടു തിങ്സ് റാപ്പിഡ്ലി. അത് ഒരുപാട് ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് രണ്ട് കാര്യങ്ങളും അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങളും ഒരേ സമയത്ത് ചെയ്യുന്ന ഒരു ഇഫക്റ്റ് തോന്നുന്നത്. പക്ഷേ അത് എത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്താലും എത്ര സ്ലോ ആയിട്ട് ചെയ്താലും ഒരിക്കലും അതൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യമല്ല. സോ മൾട്ടി ടാസ്കിങ് ആക്ച്വലി എന്താണ് എന്ന് പറയുന്നതിന് മുൻപ് ഈ ടാസ്ക് സ്വിച്ചിങ് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. അതെപ്പോഴാണെന്ന് അറിയാമോ? ഈ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ രണ്ട് കാര്യമാണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അതിൽ ഒരു കാര്യമോ അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും വളരെ ഹാബിച്വൽ ആയിട്ട്, വളരെ എഫേർട്ട്ലെസ് ആയിട്ട്, ഓട്ടോ പൈലറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കാര്യം ഒരുമിച്ച് ചെയ്യാൻ സാധിക്കും. ഫുള്ളി എഫിഷ്യന്റ് ആയിട്ടായിരിക്കണമെന്നില്ല, എങ്കിലും നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ടാസ്ക് സ്വിച്ചിങ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പാത്രം കഴുകുന്നതിന്റെ ഇടയിൽ തന്നെ പാട്ട് കേട്ടുകൊണ്ട് ചെയ്യുന്നവരുണ്ടാവും അല്ലെ. അത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം പാത്രം കഴുകുക എന്നുള്ളതും ഈവൻ പാട്ട് കേൾക്കുക എന്നുള്ളതും വലിയ എഫേർട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. സോ അത് നിങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതിന്റെ ഇടയിൽ കൂടെ തന്നെ സംസാരിച്ചുകൊണ്ട്, അതായത് ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നതല്ല ഞാൻ പറയുന്നത്, കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി എന്നുണ്ടെങ്കിൽ ആ സംസാരം തുടർന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. കാരണം ഡ്രൈവിംഗ് എന്നുള്ളത് അതേപോലെ ഫോണിൽ സംസാരിക്കുക എന്നുള്ളതും വലിയ ഒരു എഫേർട്ട് ആവശ്യമുള്ള കാര്യമല്ല. ഡ്രൈവിംഗ് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് വളരെ ഹാബിച്വൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ടാവും. സോ അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതേപോലെ കുക്കിംഗ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പോഡ്കാസ്റ്റ് കേൾക്കുക, അല്ലെങ്കിൽ നടക്കാൻ പോകുന്നതിൻ്റെ ഇടയിൽ ഓഡിയോ ബുക്സ് കേൾക്കുക. നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ തുണി മടക്കുക. ഇത് ആക്ച്വലി ടാസ്ക് സ്വിച്ചിങ് തന്നെയാണെങ്കിലും അതിലൊരു കാര്യം, ഇപ്പൊ തുണി മടക്കുന്ന കാര്യം അത്രയൊന്നും ബുദ്ധിമുട്ടില്ലാത്ത, നിങ്ങൾ ഹാബിച്വലായിട്ട് ഓട്ടോ പൈലറ്റിൽ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിന്റെ കൂടെ തന്നെ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് അത് ടാസ്ക് സ്വിച്ചിങ് ആണെങ്കിലും വലിയ പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ ടി വി കാണുന്നതിന്റെ ഇടയിൽ ഭക്ഷണം കൊടുക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഹാബിച്വലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരെണ്ണം ചെയ്യുന്നതിന്റെ കൂടെ വേറൊരു കാര്യം നമുക്ക് ടാസ്ക് സ്വിച്ചിങ് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കാര്യം ഒരു ഇന്റൻസീവ് ആയിട്ടുള്ള ടാസ്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ടാസ്ക് സ്വിച്ചിങ് ചെയ്യുമ്പോൾ ആക്ച്വലി നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി വല്ലാതെ ബാധിക്കപ്പെടും. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്, എനിക്കൊരിക്കലും ഞാൻ കോഡിംഗ് ചെയ്യുന്നതിന്റെ ഇടയിൽ, അതായത് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഇടയിൽ എൻ്റെ മോൻ ചോദിക്കുന്ന ഡൗട്ട്സ് എനിക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റാറില്ല. കാരണം കോഡിംഗ് എന്നുള്ളത് വളരെ ശ്രദ്ധ കൊടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ നല്ല പോലെ വർക്ക് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ട് അതിന്റെ ഇടയിൽ വേറൊരു കാര്യം ചെയ്യുക എന്നുള്ളത് എന്നെ കൊണ്ട് പ്രാക്ടിക്കലി നടക്കുന്ന ഒരു കാര്യമല്ല. അത്
തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഡക്ടിവിറ്റി അങ്ങനെ വേറെ ഒരു കാര്യം അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ തിരിച്ച് ഇതിലേക്ക് വരാനായിട്ട് ഇപ്പം നമ്മുടെ ഫോക്കസ് ഇതിൽ നിന്ന് പോയി, കോഡിങ്ങിൽ നിന്ന് നമ്മുടെ ഫോക്കസ് പോയി, മോൻ ആ കാര്യം പറഞ്ഞു കൊടുത്ത് വീണ്ടും ഇതിലേക്ക് വരുമ്പോൾ അയ്യോ ഞാൻ എവിടെയായിരുന്നു നിർത്തിയത്, ഏത് ലൈനായിരുന്നു ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്, അതിലെന്തായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന ഔട്ട്പുട്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചിന്തിച്ച് വരാനായിട്ട് തന്നെ കുറച്ച് സമയമെടുക്കും. സോ നമ്മുടെ ആ ഒരു ഫ്ലോ അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ടാസ്കുകൾ, കുറച്ച് എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട അല്ലെങ്കിൽ കുറച്ചധികം ഫോക്കസ് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂടെ വേറൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി തീർച്ചയായിട്ടും കുറയും. നമ്മുടെ ബ്രെയിനും അതൊരു നല്ല കാര്യമല്ല. ഇനി മൾട്ടി ടാസ്കിങ് ആക്ച്വലി എന്താണെന്ന് ഞാൻ പറയാം. മൾട്ടി ടാസ്കിങ്ങിനെ കുറിച്ച് റീസെന്റ് ആയിട്ടുള്ള സ്റ്റഡീസ് പറയുന്നത് ഇങ്ങനെയാണ്: മൾട്ടി ടാസ്കിങ് ഈസ് ഡൂയിങ് മൾട്ടിപ്പിൾ ടാസ്ക്സ് അറ്റ് വൺസ് ബട്ട് ദേ ആർ റിലേറ്റഡ് ടു ദ സെയിം ഔട്ട്കം എന്നാണ്. അതായത് ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് മൾട്ടി ടാസ്കിങ്, പക്ഷേ ആ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരേ ഔട്ട്കത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം എന്നാണ്. ഇതിനെക്കുറിച്ച് ഒരു എക്സാമ്പിൾ ഞാൻ വായിച്ചത്, കാർ ഡ്രൈവ് ചെയ്യുന്നതാണ് മൾട്ടി ടാസ്കിങ്ങിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഒരു കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കാറാണെങ്കിൽ കുറച്ച് കുറവാണ്, എന്നാൽ കൂടിയും നമുക്ക് മിറർ നോക്കണം, റയർ വ്യൂ മിറർ നോക്കണം, അതുപോലെ മുന്നിൽ വല്ല ഹമ്പോ കുഴിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം, സൈഡ് മിററിൽ ഇടയ്ക്ക് നോക്കേണ്ടി വരും. സോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ സമയത്ത് ചെയ്യുന്നുണ്ട്. നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും ഡിമാൻഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഔട്ട്കം എന്താണ്? നമ്മൾ വണ്ടി ഓടിച്ച് നമ്മുടെ ആ എത്തേണ്ട സ്ഥലത്ത് എത്തുക എന്നുള്ളതാണ്. സോ ഇതാണ് മൾട്ടി ടാസ്കിങ് ആക്ച്വലി എന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ മൾട്ടി ടാസ്കിങ് എന്ന് വിചാരിക്കുന്നത് ടാസ്ക് സ്വിച്ചിങ് അല്ലെങ്കിൽ അതിനെ സ്വിച്ച് ടാസ്കിങ്, ഈ മൾട്ടി ടാസ്കിങ് എന്നുള്ളതിന് മാച്ചിങ് ആവാനായിട്ടായിരിക്കാം സ്വിച്ച് ടാസ്കിങ് എന്നാണ് പറയുന്നത്, ഓർ ടാസ്ക് സ്വിച്ചിങ്. നമ്മൾ ബിറ്റ്വീൻ 2 ടാസ്ക്സ് അല്ലെങ്കിൽ മോർ ദാൻ 1 ടാസ്ക് നമ്മൾ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി. പക്ഷേ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, അതെല്ലാം ഒരേ ഒരു ഔട്ട്കത്തിനും റിലേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ആക്ച്വലി മൾട്ടി ടാസ്കിങ്. സോ ഈ സ്വിച്ച് ടാസ്കിങ് ആണ് ആക്ച്വലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതാണ് നമ്മുടെ ബ്രെയിനിന് നല്ലതല്ലാത്ത കാര്യം. സോ ഈ ടാസ്ക് സ്വിച്ചിങ്ങിന്റെ കുറച്ച് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബ്രെയിനിന് തിരിച്ച് ഫോക്കസിലേക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ നമുക്കൊരു സ്റ്റേറ്റ് ഓഫ് ഫ്ലോ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഒരു കാര്യം ചെയ്തു, അതൊന്ന് ഡീപ്പ് വർക്ക് ആവുന്നതിന് മുൻപ് അല്ലെങ്കിൽ അതൊന്ന് ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് അടുത്തൊരു കാര്യത്തിലേക്ക് മാറി. സോ അതും ഇല്ല എന്നുള്ള അവസ്ഥയായിരിക്കും നമ്മൾ ടാസ്ക് സ്വിച്ചിങ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മിസ്റ്റേക്സ് വരുത്താനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ പ്രൊഡക്ടിവിറ്റി വളരെയധികം ഡിമിനിഷ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാവുന്നു അല്ലെങ്കിൽ ആൻസൈറ്റി ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത് ഈ ടാസ്ക് സ്വിച്ചിങ് ചെയ്യുമ്പോൾ. അതുപോലെ നമുക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റില്ല, കാരണം ഇങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, ഒന്നിലും ശ്രദ്ധ കൊടുക്കുന്നില്ല. അതിന്ന് മാറി അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ക്രിയേറ്റീവ് തിങ്കിങ് സാധിക്കില്ല എന്ന് പറയുന്നു. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളാണ് ഈ ടാസ്ക് സ്വിച്ചിങ്ങിന് ഉള്ളത്. സോ ഈ ടാസ്ക് സ്വിച്ചിങ് ഒഴിവാക്കാൻ, എന്തായാലും അതൊരു നല്ല കാര്യമല്ലല്ലോ, സോ അത് ഒഴിവാക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? ഒന്ന്, ഓരോ കാര്യം ചെയ്യാനായിട്ടും ടൈം ബ്ലോക്സ് കൊടുക്കുക. ടൈം ബ്ലോക്കിങ്ങിനെ കുറിച്ച് മുൻപൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ആ സമയത്ത് ആ ഒരു കാര്യം മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം നമ്മൾ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കുക. ഇപ്പോൾ നമ്മളൊരു കാര്യം, ശ്രദ്ധ ആവശ്യമുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഫോണിൽ അലേർട്ട് വന്നു അല്ലെങ്കിൽ ഒരു കോള് വന്നു, അപ്പോൾ അതെടുക്കാൻ പോയി, അപ്പോൾ ഇതിൽ ശ്രദ്ധ പോയി, അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാനായിട്ട് മാക്സിമം ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. പൊമഡോറോ ടെക്നിക് എന്നുള്ളത് ഇത് വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന, അതായത് സിംഗിൾ ടാസ്കിങ് ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പൊമഡോറോ ടെക്നിക് എന്നുള്ളത്. ഒരു കൃത്യസമയം ഒരു കാര്യം ചെയ്യാൻ എടുക്കുക, അത് കഴിഞ്ഞ ഒരു കൃത്യസമയം ബ്രേക്ക് എടുക്കുക. പൊമഡോറോയിൽ 25-5 അങ്ങനെ 4 തവണ റിപ്പീറ്റ് ചെയ്ത് പിന്നെ ഒരു ലോങ് ബ്രേക്ക് എടുക്കുന്നതാണ് പൊമഡോറോ ടെക്നിക്. അത് 25-5 എന്നുള്ള ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് വർക്ക് ചെയ്യില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഏതൊരു പാറ്റേൺ ആണെങ്കിലും അത് ഫോളോ ചെയ്യാം. ഇനി ഞാൻ വളരെ ഇഫക്റ്റീവായിട്ട് ഈ ടാസ്ക് സ്വിച്ചിങ് ഒഴിവാക്കാൻ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് പല പല ചിന്തകൾ വരും അല്ലേ. ഇപ്പോൾ ഫോൺ മാറ്റി വെച്ചാലും അല്ല മറ്റുള്ളവരോട് ഞാൻ ഇന്നൊരു കാര്യം ചെയ്യാണ്, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് പറഞ്ഞാലും നമ്മുടെ ചിന്തകൾ തന്നെ ഇന്റേണലി നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിൽ ചിലപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ഇടയിലായിരിക്കും അയ്യോ ഇന്ന ഒരാളെ വിളിച്ച് ആ ഒരു കാര്യം ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കണമല്ലോ. ഇപ്പം നമ്മുടെ വീട്ടിൽ പൈപ്പ് കേടായി കിടക്കുന്നുണ്ടെങ്കിൽ പ്ലംബറിനെ വിളിച്ച് അവരോട് അത് ശരിയാക്കാൻ പറയണമല്ലോ എന്ന് തോന്നും. അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും റിലേറ്റീവ്സ് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അയ്യോ ആളുടെ കാര്യം എന്തായി ആവോ, അവരെ ഒന്ന് വിളിച്ചു ചോദിക്കണമല്ലോ അല്ലെങ്കിൽ അങ്ങോട്ടൊന്ന് പോകണമല്ലോ എന്നുള്ള ചിന്ത വരും.
അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ മോൻ്റെ സ്കൂൾ ഫീസ് അടയ്ക്കാറായല്ലോ, അത് അടയ്ക്കേണ്ട ഡേറ്റ് ആണല്ലോ എന്ന് ഓർക്കും. ചിലപ്പോൾ ഏതെങ്കിലും ഓൺലൈനായിട്ട് വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഓർമ്മ വരും. ഗ്രോസറി ഇന്ന സാധനം തീർന്നു പോയല്ലോ എന്ന് ഓർമ്മ വരും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും അല്ലേ. സോ ഞാൻ ചെയ്യുന്ന ഒരു സിമ്പിൾ ടെക്നിക്ക് ഇതാണ്. ഞാൻ എന്ത് കാര്യം ഇൻറ്റൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു ചെറിയ ബുക്കും പേനയും അടുത്ത് വെക്കും. എന്ത് ചിന്ത വന്നാലും അപ്പം തന്നെ അത് എഴുതി വെക്കും. ഇപ്പോൾ മോൻ്റെ സ്കൂൾ ഫീസ് അടയ്ക്കണം, ഇപ്പോൾ ഈ നിമിഷം തന്നെ അടച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആ ചിന്ത വന്നു കഴിയുമ്പോൾ നമ്മുടെ ശ്രദ്ധ ഇതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി മാറും. സോ അവിടെ പേ സ്കൂൾ ഫീസ് എന്ന് എഴുതി വെക്കും. അല്ലെങ്കിൽ ഇന്ന ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുടെ വിവരം അന്വേഷിക്കണം എന്നുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങോട്ട് പോകണം എന്നുള്ളതാണെങ്കിൽ അത് എഴുതി വെക്കും. പ്ലംബറിനെ വിളിക്കേണ്ട കാര്യം അത് എഴുതി വെക്കും. ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു എഴുതി വെക്കാനുള്ള ഒരു സെക്കൻഡ് സമയം, 2 സെക്കൻഡ് സമയത്തിൻ്റെ ആവശ്യമുള്ളൂ. നമ്മുടെ ഡീപ്പ് വർക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ സിംഗിൾ ടാസ്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ലിസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ ആ ബ്രേക്കിൽ ചെയ്ത് തീർക്കും. വീണ്ടും അടുത്ത സെക്ഷനിൽ വർക്ക് ചെയ്യും. സോ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഒരു വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്കാണ്, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രം. സോ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടി ടാസ്കിങ് എന്നുള്ളത് ഒരിക്കലും നമ്മുടെ ബ്രെയിനിന് സാധിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ മൾട്ടി ടാസ്കിങ് ആണെന്ന് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആക്ച്വലി ടാസ്ക് സ്വിച്ചിങ് ഓർ സ്വിച്ച് ടാസ്കിങ് ആണ്. അത് നമ്മുടെ ബ്രെയിനിന് ഒട്ടും നല്ലതല്ല. നമ്മുടെ ഫോക്കസും നമ്മുടെ അറ്റൻഷനും നമ്മുടെ കോൺസെൻട്രേഷനും ഒക്കെ സ്പ്ലിറ്റ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത് പല ടാസ്കുകൾക്കായിട്ട്. സോ അത് ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കുക. അതിന് വേണ്ട കുറച്ച് ടെക്നിക്സ് പറഞ്ഞു. സോ ഇതാണ് മൾട്ടി ടാസ്കിങ്ങും ടാസ്ക് സ്വിച്ചിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ മൾട്ടി ടാസ്കിങ്ങും സ്വിച്ച് ടാസ്കിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. സോ മൾട്ടി ടാസ്കിങ്ങിനെ കുറിച്ച് നിങ്ങൾക്കുണ്ടായിരുന്ന തെറ്റിദ്ധാരണ മാറിയെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം.